നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതാണ് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം. അങ്ങനെയാണ് നമ്മളുടെ പേഴ്സൺ നമ്മളുടെ കൂടെ ആയിരിക്കണം എപ്പോഴും. വേറൊരാളുമായിട്ട് ഒരു തരം അറ്റാച്ച്മെന്റും പാടില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്. അതൊരു സ്വാർത്ഥതയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെന്ന പേടിയുണ്ട് നമ്മൾ ആരോടും പറയാതിരിക്കുകയാണ്. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം അതാണ്. അപ്പൊ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ കൂടെ അല്ലാതെ ഒരു ജീവിതം പോസിബിൾ ആണോ കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. സെലക്ട് ചെയ്തോ? നമ്മൾ എന്തൊക്കെയാണ് നോക്കുക എന്ന് വെച്ചാല്, ആദ്യത്തെ റിലേഷൻഷിപ്പിന്റെ ഓവറോള്, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത് അത് നോക്കും. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പേഴ്സൺ എന്ത് തരം സ്വഭാവമുള്ള ആളാണ് അത് നോക്കും. നാലാമത്തത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. അടുത്ത ചോദ്യം, ഈ റിലേഷൻഷിപ്പ് കൊണ്ട് പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ചോദ്യം, അവർക്ക് നിങ്ങളെ കൂടാതെ ഒരു ജീവിതം പോസിബിൾ ആണോ, അത് യെസ് ഓർ നോ. അതോടെ നമ്മൾ റീഡിംഗ് നിർത്തും കേട്ടോ. അപ്പൊ അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ ഭഗവാനെ ഭഗവാനെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം, എന്നിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭഗവാനെ, ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ്, കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് തരണേ. എന്നും എപ്പോഴും അങ്ങനത്തെ കറക്റ്റ് മെസ്സേജ് തരണേ. എന്നാലും ഒരു അഭ്യർത്ഥന വെച്ചതാണ് ഞാൻ, എപ്പോഴത്തെയും പോലെ. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഭഗവാനെ ഭഗവാനെ ഭഗവാനെ. നമുക്ക് നോക്കാം. 2 കാർഡ് വീണിട്ടുണ്ട്. നമുക്ക് ഇനിയും കാർഡ്സ് വീഴുമെന്ന് നോക്കാം. അത് മറിഞ്ഞില്ല, കാർഡ് വീണെങ്കിലും ഇത് മറിഞ്ഞില്ല. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒന്നാമത്തെ കാർഡ് ഡിവൈൻ ഇന്റർവെൻഷൻ. ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഇല്ലാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്. നമ്മൾ ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അയാളിൽ നിന്നൊരു റെസ്പോൺസ് എന്ന് വെച്ചാൽ റിവാർഡ് പ്രതീക്ഷിക്കാതെ റിവാർഡ് നമുക്ക് ദൈവം തരും എന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രത്യുപകാരം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് 2 കാർഡ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണിത്. 7 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. 7 ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ, ഇത് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു എനർജി. മനസ്സിലായോ? തമ്മിൽ അടിയാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ മറ്റേയാൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, അത് തെറ്റാണ്, ഞാൻ ഇതിനെതിരാണ് എന്ന് വെറുതെ അങ്ങോട്ട്. അപ്പൊ രണ്ടുപേരും ചിലപ്പോ ഒരാളല്ലെങ്കിൽ രണ്ടുപേരും വെറുതെ ആർഗ്യുമെന്റ് ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെക്കണം. ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇനി ഫൈറ്റ് ചെയ്യുന്നില്ല, ഇന്ന് പീസ്ഫുൾ ആയിട്ട് പോകാം. 2 തരം മീനിങ് ആണ് ഇത്. വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മറ്റുള്ളവരെ എതിരാവുമ്പോൾ അതിനെ ചെറുക്കുന്ന ഒരു എനർജിയും കൂടി ആയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോ എനിക്ക് ഇനി മറ്റുള്ളവർക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് കൈവിടുകയാണ് എന്നതും കൂടെ മെസ്സേജ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണത്.
ഓക്കെ, അപ്പോൾ ഇവിടെ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. കുറേ ആശിച്ച് മോഹിച്ച് കുറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ പക്ഷെ അതെല്ലാം കൈവിട്ടു എന്നൊരു സിറ്റുവേഷൻ. വേറൊരാൾ ഇതിനകത്ത് ഇതിനെ രണ്ടാമതൊന്ന് ഇതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം, ഒന്നും കൂടെ ട്രൈ ചെയ്യാം എന്നൊരു ചിന്തയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ എനർജി പേജാണ്. ഇത് വളരെ ഇമ്മെച്യൂർഡ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാർട്ട് ബ്രേക്കിന്റെ കാർഡ് കണ്ടു. പിന്നെ ഒരാള് പുറത്തേക്ക് ഓടാൻ വേണ്ടിയിട്ട് ഒരു ചോയ്സ് എടുക്കാനും കൂടി വേണ്ടിയിട്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്നതുമായിട്ടുള്ള 2 കാർഡ്സ് ആണ് കണ്ടത്. പിന്നെയും ഞാൻ ഹാർട്ട് ബ്രേക്ക് കണ്ടു. പിന്നെ കണ്ടത് നമ്മളുടെ ടവറാണ് കണ്ടത്. ഇനി ഞാൻ നോക്കുന്നില്ല, കാർഡ്സ് ഏതാ വരുന്നത് നോക്കാം. ഇതിനകത്തൊരു കമന്റ് കണ്ടു ഒരാളുടെ, ഞാൻ എപ്പോഴും 90% നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. 90% നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത് തേർഡ് പാർട്ടി റീഡിങ്ങിന്റെ ഇടയിലായിരുന്നു. പക്ഷെ ആ റീഡിങ്ങിൽ എല്ലാം പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ആ പേഴ്സൺ പറയുന്നത് ഞാൻ അതിനകത്ത് ആരാണോ പേഴ്സൺ നമ്മളുടെ സൈഡ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ തേർഡ് പാർട്ടിക്കുള്ള എല്ലാം വന്നത് തേർഡ് പാർട്ടി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾക്ക് ഹേർട്ട്, എനിക്കറിയില്ല. ഓരോരുത്തർ നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത്, നമ്മൾ തേർഡ് പാർട്ടി ആണോ, നമ്മൾ നിങ്ങൾ പേഴ്സൺ ആണോ, കറണ്ട് പേഴ്സൺ ആണോ എന്നതിന് അനുസരിച്ചാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ. എനിക്കത് മനസ്സിലായില്ല അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, 90 മീൻസ് നെഗറ്റീവ് വരുന്നത്, നെഗറ്റീവ് കാണുമ്പോൾ ഞാൻ നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് വരുന്നവരോടും ഞാൻ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഞാൻ കാണുന്ന കാര്യം പറയും. കാരണം അവര് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, അല്ലാതെ അവരെ മനസ്സം സമാധാനിപ്പിക്കാൻ വേണ്ടിയില്ല. ഈ വരുന്നവർക്കെല്ലാം അവരുടെ സിറ്റുവേഷനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അവർക്ക് അറിയാം എൻ്റെ ജീവിതത്തിലെ സിറ്റുവേഷൻ ഇതാണ്, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, മനസ്സിലായി? അതാണ് അവർക്ക് അറിയുന്നത്. അപ്പൊ ഞാൻ പച്ചയായ കാര്യങ്ങൾ അത് കാണുന്ന പോലെ തന്നെ പറയും, മനസ്സിലായോ? അത് ചിലർക്ക് വിഷമമാവും, പക്ഷെ നിങ്ങൾ അത് അറിയാനാണ് എൻ്റെ അടുത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ കുഴപ്പമില്ല, എല്ലാവരും മീൻസ് അത് ശരിയായിക്കോളും എന്ന് സമാധാനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ സംസാരിച്ചാൽ മതി. അല്ല, ഞങ്ങൾ ടാരോ റീഡേഴ്സിനോടും വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പച്ചയായിട്ട് പറയുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് ഹേർട്ടാവും, അതിലെനിക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് അത് കള്ളത്തരം പറയാൻ പറ്റില്ല, അതാണ് കാര്യം. അപ്പൊ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് റിവേഴ്സ് ആണ്. ചിലപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ടാവാം. ഒരാള് ഒരു പബ്ലിക് റെക്കഗ്നിഷന് വേണ്ടി പുറത്തേക്ക് പോകുന്നു, ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ട്, ഒരു വിക്ടറി. പക്ഷെ ഇത് ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നത് കൊണ്ട് ഒരാൾക്കൊരു വിക്ടറി ഉണ്ടാവുന്നുണ്ട്. അതെന്താ പരിപാടി? ഇത് ലീബ്ര സോഡിയാക് സൈൻ ആണ്. ഒരു റിലേഷൻഷിപ്പ് നശിക്കുമ്പോൾ ഒരാൾക്ക് സന്തോഷം തോന്നുകയും ഞാൻ ജയിച്ചു ഇവിടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് അതെന്തുകൊണ്ടാണത്? അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ ആണോ, നിങ്ങളാണോ, അതോ പുറത്തുള്ള തേർഡ് പേഴ്സൺ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു പോകുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂടെ? ഇവിടെ ഗ്രോത്ത് ഇല്ല റിലേഷൻഷിപ്പിന് എന്നാണ്, കൺഫ്യൂഷൻ. ഡിവോഴ്സിലേക്ക് പോകണമോ കണ്ടിന്യൂ ചെയ്യണമോ എന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ടോറസ് ലീബ്ര സ്ട്രോങ് ആണ്, സോറി, ഇത് ലീബ്രയാണ്. ഇത് ലിയോ. സ്ട്രെങ്ത് ഇല്ല, സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള ക്ഷമയില്ല, അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതുപോലെ ആരോ പരിശ്രമിച്ചു. ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫാമിലി മെമ്പർ തന്നെ ആവണം, മീൻസ് ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പർ ആവാം. ഒരു തേർഡ് പാർട്ടി ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറിയതാവണം എന്നില്ല. അപ്പൊ ഇവിടെ ആരോ മനഃപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. ലിയോ ആണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം എങ്ങനത്തെയാണ്? അയ്യോ, ഇത് അൺകണ്ടീഷണൽ ലവ് തരുന്ന ഒരാളാണ്, പക്ഷെ ഇമോഷൻസ് കാണിക്കാൻ അറിയില്ല. നോക്ക്, ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയാണ്. ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സണെ കുറച്ച് പെണ്ണുങ്ങളെ പോലെ സ്നേഹിക്കാൻ കഴിവുള്ള, ആണുങ്ങളെ സ്നേഹിക്കുമ്പോൾ അവര് കുറച്ച് ഒതുക്കത്തിലാണ് സ്നേഹിക്കുക. പെണ്ണുങ്ങളെ തുറന്ന് സ്നേഹിക്കുന്നവരാണ്, അല്ലെ? കുറച്ചും കൂടെ റൊമാൻറ്റിക് പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ കുറച്ചും കൂടെ
പരിപരുത്ത സ്വഭാവമുള്ളവരാണ്. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ ആ സ്വഭാവം, 2 സ്വഭാവമുണ്ട്. ഭയങ്കര അകമഴിഞ്ഞ സ്നേഹമുണ്ട്, പക്ഷെ അത് കാണിക്കാൻ അറിയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സണ്. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ഇമോഷണലായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ ചില സമയത്ത് സ്നേഹമുണ്ടെങ്കിലും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇവിടെ പോരാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതനുസരിച്ച് പെരുമാറുന്ന ഒരു എനർജിയും കൂടിയാണ്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് ക്ലോസ് ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഈ പേഴ്സന്റെ ഒപ്പീനിയനിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആവുമ്പോൾ അത് നിങ്ങൾക്ക് പണിയാവും. അപ്പോൾ നിങ്ങൾ അറിയുമെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അത് വിശ്വസിക്കുന്ന ഒരു എനർജിയാണത്. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ. പ്രകടിപ്പിക്കാൻ അറിയില്ല, പെട്ടെന്ന് അസൂയ വരുന്ന ഒരു എനർജിയാണത്. പെട്ടെന്ന് അസൂയ വരും, പെട്ടെന്ന് സംശയം വരുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ് ഇവിടെ. പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഈ പേഴ്സണെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കേട്ടോ? അപ്പോ അതുപോലെ തന്നെ വളരെ പ്രശ്നങ്ങളൊന്നും, ചിലർക്ക് ഭയങ്കര പുറമെ ഭയങ്കര മെച്യൂർഡ് ആണെങ്കിൽ ഉള്ളിൽ അയ്യോ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുന്നു, ഭയങ്കര എന്റെ BP കൂടുന്നു എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ആംബിയർ ഇല്ല എന്ന് പറയില്ല, ഒരു ഇതില്ല, ഒരു ശക്തി ഇല്ലാത്ത പോലത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇതിനെതിരെ ആരെങ്കിലും ഇപ്പൊ നിങ്ങളെക്കുറിച്ച്, നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ പേഴ്സണ് കുറവാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് നേരത്തെ വൈരാഗ്യമുള്ള ആരോ ഒരാൾ ഇവിടെ നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നോക്കുന്നത്, നിങ്ങളോടുള്ള സ്നേഹം കുറച്ചെടുക്കാൻ നോക്കുന്ന ആ പേഴ്സണാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പേഴ്സണ് സന്തോഷവും സമാധാനവും വേണം. സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ പേഴ്സൺ ഓടിക്കളയും. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ അധികം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി അല്ല നിങ്ങളുടെ പേഴ്സൺ. ആള് സോഫ്റ്റ് സ്പോക്കൺ ആണ്, അതൊക്കെയാണ്, സ്ത്രീയായാലും പുരുഷനായാലും. പക്ഷേ നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സന്റെ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോ ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെയാണ് പ്രശ്നം, ശരിയാണ്, പണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആ സ്വഭാവം. അപ്പം ഈ നിങ്ങൾ ചിലപ്പോൾ സ്വഭാവത്തിൽ കുറച്ച് കർക്കശയുള്ള ഒരു എനർജി ആയിരിക്കും, കുറച്ച് റൂഡായിട്ട് സംസാരിക്കുന്ന എനർജി ആയിരിക്കും. പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പേഴ്സൺ കാണുന്നില്ല. നിങ്ങളുടെ പാസ്റ്റിലെ എനർജി എന്നോട് അങ്ങനെ ചെയ്തു, പക്ഷെ നിങ്ങൾ അത് കുറ്റബോധം തോന്നി, നിങ്ങൾ സോറി പറഞ്ഞു, നിങ്ങൾ സ്വയം ക്യാരക്ടർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതൊന്നും കാണുന്നില്ല. ഈ പേഴ്സൻ്റെതായിട്ടുള്ള ലോകത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടാണ് പേഴ്സൺ, ഒരു ഫോക്കസ് ഇല്ലാത്ത പോലെയാണ്. മനസ്സിലായോ? നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഇതൊരു പാസ്റ്റിനെ ഓർത്തിട്ട് ഇപ്പൊ നിങ്ങൾ കുറെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ ചെയ്തു, അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അത് കഴിഞ്ഞു, അതിന് മുമ്പോട്ട് പോകണം. ഇല്ല, മുമ്പോട്ട് പോയാലും പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്നിട്ട് നീ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അത് ഭയങ്കര പെസിമിസ്റ്റിക് ആണ്, ശുഭാപ്തി വിശ്വാസം ഒട്ടുമില്ലാത്തൊരു എനർജിയാണത്. പഴയ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അത് വിട്ടുകളഞ്ഞ് മുമ്പോട്ട് പോകാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ എനർജിയാണത്. പക്ഷേ ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് വരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യവുമില്ല. മനസ്സിലായി? ഒരു പേഴ്സണൽ റെപ്യൂട്ടേഷൻ നോക്കണം, വളരെ സാധുവാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ സാധുത്വം എല്ലാവരും പ്രീതിപ്പെടുത്തണം കൂടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാത്തത്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. സ്കോർപിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ.
ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? റിലേഷൻഷിപ്പ് വിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സ്നേഹമുണ്ട് നിങ്ങളോട്, മനസ്സിലായോ? നിങ്ങളോട് സ്നേഹമുണ്ട്. അവരുടെ ഉദ്ദേശം സ്നേഹം തന്നെയാണ്. പക്ഷെ ഈ സിറ്റുവേഷൻ, ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഭയങ്കര വഷളായ ഒരു സിറ്റുവേഷനാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വഷളായ സിറ്റുവേഷനാണ്. രണ്ടാമത് നിങ്ങളോട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ അതുപോലെ റിലേഷൻഷിപ്പ് എൻഡ് ആവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയാ, ധൈര്യമില്ല. അതിനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മടി, ആകെ കൂടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് എങ്ങനെ ഇങ്ങനെ ആയി എന്നൊരു പിടുത്തവും ആ പേഴ്സണും ഇല്ല. അപ്പൊ ഈ പേഴ്സന്റെ ലൈഫിന്റെ കൺട്രോൾ മുഴുവൻ മറ്റുള്ളവരുടെ കയ്യിലാണ്. പേഴ്സൺ വെറുതെ പാവയായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഒരു എംപററെ കാണുന്നുണ്ട്. പക്ഷെ എംപറർ പുതിയൊരു എനർജിയാണ്. ഇത് അച്ഛനാണോ ഈ പേഴ്സന്റെ, അതോ ഒരു ചേട്ടനാണോ, ചേച്ചിയാണോ, അമ്മയാണോ, ആരാന്നറിയില്ല. എന്തായാലും അവര് ഭയങ്കര അവരോടുള്ള സ്നേഹമാണ് കൂടുതൽ. ശരിക്കും പറഞ്ഞാല് മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങളെക്കാളും കൂടുതൽ പേഴ്സൺ ഫാമിലി മെമ്പറിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ആ പേഴ്സന്റെ എതിരായിട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ എടുത്തു വളർത്തിയതായിരിക്കാം, അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് ആരാ. അപ്പൊ അതിനൊരു കടപ്പാട്, ഇവിടെ ഒരു കടപ്പാട് പോലെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ പൂച്ചക്കുട്ടി ഒന്ന് പുറത്തേക്ക് വിട്ടേക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒച്ചെടുത്ത് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കും. പോകാൻ പറ്റും. അപ്പൊ പോ ടാറ്റാ. ചിരിക്കും മിന്നാതെ ഇന്നോണം കേട്ടോ. ചിരിക്കൊച്ചേരി കരുതിയിട്ട് ചിരിക്കും. സോറി കേട്ടോ, ഞാൻ പുറത്തേക്ക് വിട്ടു, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാകും. അതുകൊണ്ട് ഒച്ച ഭയങ്കര ഒച്ചയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേഴ്സണ് കടപ്പാടുണ്ട് ആരോടും. അപ്പൊ ഈ കടപ്പാടുള്ള ആളാരാണോ അവരാണ് നിങ്ങളുമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഇഷ്ടമില്ലായിരുന്നായിരിക്കാം. അപ്പൊ അത് ശരിക്കും അവർ വിജയിച്ചു. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു വിജയം, റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോകുന്ന കണ്ടപ്പോൾ ഒരു വിജയം കണ്ടെത്തിയ ഒരാള്. ഏരീസ് സോഡിയാക് സൈൻ ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് സോഡിയാക് സൈൻ ഇവിടെ കാണിച്ചത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ? യെസ് എന്നാണ് പറയുന്നത്. പുതിയൊരു ജീവിതം തുടങ്ങുമെന്നാണ് പറയുന്നത്. നിങ്ങളില്ലാതെ ഈ പേഴ്സണ് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങളെ ഈ പേഴ്സൺ ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചാണോ? അറിയില്ല, എന്തോ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ കൂടാതെ ജീവിക്കാൻ പറ്റും. പിന്നെയും ആ വിക്ടറി കാർഡ്, നമ്മൾ ആദ്യം കണ്ട വിക്ടറി കാർഡ് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചതില് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ അല്ല, വേറെ ആരോ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ അതിനിടയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നു കയറിയ ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. കഷ്ടമായി പോയി ഭവാനെ. ഇതാണ് റീഡിങ്. ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞതാണ്. ഭവാനി, നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകേണ്ടത്. ഇനി ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. അപ്പം നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ റീഡിങ്ങിൻ്റെ കാർഡ്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓവറോൾ എനർജിയാണ് ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ. ഞാൻ ഓറക്കിൾ മെസ്സേജാണ് അത് നോക്കുന്നത്. ഭഗവാനെ, കറക്റ്റായ മെസ്സേജസ് തരണേ ഭഗവാനെ. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് തരണം ഭഗവാനെ.
ഒരു കാർഡ് കൂടെ, ഈ കാർഡ്സ് വരുമെന്ന് നോക്കാം. ഓക്കെ, 2 കാർഡും കൂടെ വന്നു. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന 3 കാർഡുകളാണ്. 1, 2, 3. ഓക്കെ, ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം. അതാണ് ഒരു കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ടുണ്ട്, അവന് ഒച്ചെടുക്കും. ഓ, ഇവന്മാരുടെ ഒരു കാര്യം പറഞ്ഞ. ഒരു മിനിറ്റ് കേട്ടോ. ചിമ്മി ഇറങ്ങിക്കോ, ചിമ്മിക്കുട്ടി ഇറങ്ങിക്കോ, പൊക്കോ, ചായ പൊക്കോ, ചിമ്മി ഇറങ്ങിക്കോ, ചേട്ടാ ചായ പൊക്കോ. സോറി. ഓക്കെ, അപ്പോൾ പ്യൂർ ആയിരിക്കണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, റൂഡായിട്ട് സംസാരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകണം നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. രണ്ടാമത്തത് ഡിലേ വരുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പൊ നടക്കാത്തത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ പേഴ്സണിൽ നിങ്ങൾക്ക് അഡ്വൈസ് എടുക്കാം കേട്ടോ, അവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആ പേഴ്സൺ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് കറക്റ്റായ പേഴ്സൺ ആണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഫൂളാണ്, റിവേഴ്സ് ഫൂൾ എന്ന് പറഞ്ഞ ചില സമയത്ത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചു. റിലേഷൻഷിപ്പിൽ നിങ്ങൾ പറ്റിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നും കൂടിയാണ്. ഒരു റിസ്ക് എടുക്കാൻ ആരും റെഡി അല്ലാത്ത പോലെ റിലേഷൻഷിപ്പിന്. മനസ്സിലായോ? ഇത് അക്വേറിയസ് ഏരീസ് സോഡിയാക് സൈൻ ആണ്. പിന്നെയും ഫുൾ കാർഡ് കണ്ടോ? അത് അപ്രൈറ്റ് ആണ് കണ്ടത്. Ten of Swords റിവേഴ്സ് ആണ്. 9 of Cups റിവേഴ്സ് ആണ്. ഇവിടെ 10 of Swords റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷന്റെ അവസാനം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോഴും ഈ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറെ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ, പക്ഷെ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. പക്ഷെ ഇത് രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാള് ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അടുത്തതും ഉണ്ട്. അമ്മമാരെയൊക്കെ തല്ലിക്കൊന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. എടാ ചിൽക്കോ, പുറത്തു പോണോ നിനക്ക്? പൊക്കോ സമയം ചിൽക്കോ, ഇറങ്ങുന്നില്ല കൂട്ടൻ. അത് കിടക്കുകയാണ്. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. എനിക്ക് പുറത്ത് പോകണം കേട്ടോ. സോറി, നിങ്ങളോടും സോറി. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ 2 of Cups ആണല്ലോ. 2 of Cups എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അതൊരു റിലേഷൻഷിപ്പ്, ഒരു കമ്മിറ്റ്മെന്റ് ഇതിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം വെഡിങ് കാർഡ്, മാരേജിന്റെ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ടോറസ് ആണ്. അപ്പോ
ഇത് ലിവ് ഇൻ റിലേഷൻഷിപ്പാണ്. ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ബോണ്ടില്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. ഒരു ഉപ്പൻ അതിലേ പോകുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ്. ചിലപ്പോൾ രണ്ടുപേരും കല്യാണം കഴിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പഴയ അനുഭവങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് കല്യാണം വേണ്ടാന്ന് ആഗ്രഹിക്കുന്നത്? ഇതൊരു ടോറസ് ആണത്. ടോറസ് ഭയങ്കര ട്രഡീഷണലായ ആളുകളാണ്. അപ്പോൾ അവര് കല്യാണം വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. പക്ഷേ ഇവിടെ ലവിന് കുറവില്ല. രണ്ടുപേരും മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. ജെമിനായി സോഡിയാക്സൻ ഉണ്ട്, ലിയോ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളാണോ തേർഡ് പാർട്ടി? അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ സ്നേഹമുണ്ട്, ഇവിടെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ, മനസ്സിലായോ? പക്ഷേ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്ന പോലെ. നിങ്ങളൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്, മറ്റേ ആള് റിലേഷൻഷിപ്പ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു മാരേജിലേക്ക് പോകാൻ പറ്റാത്ത ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാരേജിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയുന്നില്ല, നിങ്ങളെ ഒന്ന് വലിപ്പിക്കുന്ന പോലെയാണ് കാണുന്നത്. ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് അവസാനിക്കരുത്, ഇതിങ്ങനെ തന്നെ പോകണം. പക്ഷെ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക്, ഒരു മാരേജിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലാത്ത പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണ്, സ്വഭാവം എന്താണ്? ചിൽക്കുവിൻ്റെ കാര്യം വീണ ഞാൻ നിനക്ക് തുറന്നു തന്നല്ലേ ചിൽക്കി? ചിൽക്കുശാ ബാല് തുറന്നു തരാം. ഒരു മിനിറ്റ്, എന്റെ കുഞ്ഞിക്കുട്ടിന് പുറത്തേക്ക് പോകണം. ആ ശരി, ഞാൻ തുറന്നു തന്നല്ലേ കുട്ടിയുടെ ബാലിന്. പൂച്ചകൾ നല്ല രസമാണ്. പൂച്ചകൾ മാത്രമല്ല, പട്ടികളാണെങ്കിലും കേട്ടോ. നമ്മൾ പറയുന്ന എല്ലാം അവർക്ക് മനസ്സിലാകും, അത് രസം. പ്രതികരിക്കാൻ നമ്മളുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടുത്ത് വരുന്നുണ്ട് കർത്താവ്. ഓ ശരി, എന്റെ റീഡിങ് മൊത്തം കുളമാണെന്ന് പോയാ വേഗം ജന്മം തരാൻ പോവാ കേട്ടോ. എല്ലാവരും കൂടെ കയറി ഇതിലേ കയറി വന്നോളൂ. അടുത്തത് പപ്പി പാൻ്റെ കുട്ട അതിലേ വന്നേ, അപ്പുറത്തൂടെ വന്നേ, ഇതിലേ കയറണ്ടവാ. എന്റെ റീഡിങ് മൊത്തം കുളമായി. ഒന്നും പറയുന്നു എന്റെ കർത്താവേ. ഇന്നത്തെ റീഡിങ് മൊത്തം കുളമായി. എന്നാലും ഇത് റീഡിങ് നല്ലതായതുകൊണ്ട് ഞാനിത് ഡിസ്കണക്ട്. സോറി, എല്ലാവരോടും വളരെയധികം ക്ഷമ ചോദിക്കുന്നു കേട്ടോ. ഇത് റീഡിങ് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷനാണ്. പോട്ടെ. ഓക്കെ, അപ്പം നമ്മളുടെ ചോദ്യം നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ എന്താണെന്നാണ്. നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ നൈറ്റ് ഓഫ് പെന്റക്കിൾ ആയിട്ടാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾ നല്ല ക്യാരക്ടറാണ്. കാരണം ഈ പേഴ്സൺ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ്, വളരെ കൺസർവേറ്റീവ് ആണ്. പക്ഷേ ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോട് കൂടി ജീവിതം മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു എനർജിയാണ്. അപ്പോ ഈ പേഴ്സന്റെ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് തെറ്റായ വാഗ്ദാനങ്ങളൊന്നും തരില്ല. ഞാൻ നാളെ കല്യാണം കഴിച്ചോളാം, ഇപ്പൊ തൽക്കാലം പൊക്കോട്ടെ എന്നല്ല. ഒരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നുണ പറയില്ല നിങ്ങളോട്. അത് നിങ്ങൾ വിചാരിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. പേഴ്സൺ നാളെ കല്യാണം കഴിക്കുമായിരിക്കും, സ്നേഹമുണ്ടല്ലോ എന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല. കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ അത് പച്ചയായിട്ട് തുറന്നു പറയുന്ന ഒരു എനർജിയാണിത്. രണ്ടാമത്തെ ഇത് കാണിക്കുന്നത് വെച്ചാൽ 10 of Swords. ഈ പേഴ്സണ് ഇതിനു മുമ്പ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സണ് റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പേഴ്സൺ ഇതുവരെ സക്സസ്ഫുൾ ആയ റിലേഷൻഷിപ്പിൽ നിന്നിട്ടില്ല. റിലേഷൻഷിപ്പുകളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു എനർജിയാണത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ വിശ്വാസമില്ല, വിവാഹത്തിൽ വിശ്വാസമില്ല, പേടിയായിരിക്കാം ചിലപ്പോൾ. മനസ്സിലായി? ആരെയും വിശ്വാസമില്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെയുള്ളത് മൂൺ കാർഡാണ്. എപ്പോഴും സാഡാണ് നിങ്ങളുടെ പേഴ്സൺ, എപ്പോഴും സങ്കടത്തിലാണ്, എപ്പോഴും വിഷമമാണ്. അപ്പോൾ
അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തൊരു എനർജിയാണ്. മനസ്സിലായോ? ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് റിലേഷൻഷിപ്പുകളിൽ. പണത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയല്ല ഈ പേഴ്സൺ. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് പറ്റില്ല ഈ പേഴ്സണ് കേട്ടോ. നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ് ഈ പേഴ്സൺ നാളെ നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോസിബിൾ അല്ല. ഈ പേഴ്സണ് വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം പേടിയാണ്. ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്ന, അത്യാവശ്യത്തിന് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ്, പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് തരുന്ന ആളല്ല ഇത്. അപ്പോ ഈ പേഴ്സൺ റിലേഷൻഷിപ്പും പേടിയായിരുന്നു ആദ്യം. കുറെ നാൾ ഒറ്റയ്ക്കൊക്കെ ഒളിച്ച് താമസിച്ചിരുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പ് ആൾക്കാരോട് അധികം സംസാരിക്കാതെ ഇരുന്നിരുന്ന ഒരു എനർജിയാണ്. പക്ഷെ പിന്നീട് ഈ പേഴ്സണ് ഒരു റിസ്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര സംശയദൃഷ്ടിയോടെ നോക്കുന്ന ആളാണ്. നിങ്ങളോട് ആരെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കുകയോ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു എനർജിയാണിത്. അതുപോലെ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന. അപ്പൊ ചിലപ്പോൾ ഈ പേഴ്സണും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ പേഴ്സൺ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ കർമ്മഫലം എനിക്ക് വരും എന്നൊരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട്. അതും കൊണ്ട് കൂടിയിട്ടാണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലേക്ക് കടക്കാത്തത്, ഒരു മാരേജിലേക്ക് പോകാത്തത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? ഇവിടെ സ്കോർപിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. ഇവിടെ അക്വേറിയസ്, ഏരീസ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ആവണം എന്നുണ്ട്, പക്ഷെ ഈ പേഴ്സൺ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. ഈ റിലേഷൻഷിപ്പ് ഇതിവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വളരെ പെട്ടെന്ന് പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ. അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെ സ്ലോ ആയിട്ട് റിലേഷൻഷിപ്പിൽ കയറി പയ്യെ മുമ്പോട്ട് പോകുന്ന ആളാണ്. പക്ഷെ ഇത് പെട്ടെന്ന് ഡെവലപ്പ് ആയ പോലെ. നിങ്ങൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഈ പേഴ്സണിലേക്ക് അടുത്തു. നിങ്ങൾ നിങ്ങളുടെ സീക്രട്സ് മുഴുവൻ ഈ പേഴ്സണോട് പറഞ്ഞപ്പോൾ ഈ പേഴ്സണ് നിങ്ങളൊരു സംശയമുണ്ട്, എന്താണ് ഉദ്ദേശം അറിയില്ല. മനസ്സിലായി? ഇത്രയും പെട്ടെന്ന് അടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങള് പുരോഗമിച്ചത് പോലെ ഒരു പേഴ്സൺ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ അയ്യോ ഇത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അതേസമയം റിലേഷൻഷിപ്പ് വിട്ടുകളയാനും പേഴ്സൺ റെഡിയല്ല. പക്ഷെ ഇത്ര സ്പീഡിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് റിലേഷൻഷിപ്പിന് വേണ്ടി. കാരണം ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ പേഴ്സണെ ഈ പെട്ടെന്ന് കല്യാണം നടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മൾ ഈ പേഴ്സണോട് അഭിപ്രായം പോലും ചോദിക്കാതെ നിങ്ങൾ ചിലപ്പോൾ വെഡിങ് ഡ്രസ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ അതെങ്കിലും നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഈ പേഴ്സണോട് ചോദിക്കാതെ. അപ്പൊ ഈ പേഴ്സൺ ഭയങ്കര ടെൻഷനാണ്. മനസ്സിലായോ? എനിക്ക് കമ്മിറ്റ്മെന്റ് പറ്റില്ല, പക്ഷെ കമ്മിറ്റ്മെന്റ് ഞാൻ കൊടുക്കാതെ തന്നെ നിങ്ങൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? അപ്പൊ പേഴ്സൺ ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ സ്കോർപിയോ കാണിക്കുന്നുണ്ട്. ഇതൊരു ട്രാപ്പ് പോലെ പേഴ്സണ് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ട്രാപ്പിലാക്കിയിട്ട് ഈ പേഴ്സണെ പുറത്ത് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ പേഴ്സണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ലവേഴ്സ്, ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷേ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാനാണ്, ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പ് ഉണ്ട്, ലവ് എല്ലാം ഉണ്ട്, നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റിന് റെഡിയല്ല. ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രസ് വേണം, പക്ഷെ ഇത്ര പെട്ടെന്ന് പാടില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അതിനുള്ള ധൈര്യമില്ല ഈ പേഴ്സണ്. ഈ പേഴ്സണ് പേടി എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ കൺട്രോളിൽ നിൽക്കണം. ഈ പേഴ്സണ് പറ്റുമ്പോഴേ നിങ്ങളെ മീറ്റ് ചെയ്യുള്ളൂ. ഈ പേഴ്സൺ പറ്റുമ്പോഴേ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഈ പേഴ്സണ് പറ്റുമ്പോഴേ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയ പോലെയല്ല ഇപ്പോ കൈവിട്ട കളി. ഈ പേഴ്സന്റെ കൺട്രോളിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല. അത് ഈ പേഴ്സണൊരു ടെൻഷനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇവിടെ. മനസ്സിലായോ? ക്യാൻസർ, ജെമിനായി, സ്കോർപിയോ, ഏരീസ്, ലിയോ, വെർഗോ, ഇതെല്ലാം സ്ട്രോങ് സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെ കൂടാതെ വേറൊരു ലൈഫ് പോസിബിൾ ആണോ?
യെസ് എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാം, നിങ്ങളില്ലെങ്കിലും ഈ പേഴ്സൺ ജീവിക്കും. നിങ്ങൾക്കാണ് ഈ പേഴ്സണെ കൂടാണ്ട് ജീവിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? ഈ പേഴ്സന്റെ വേറൊരു ക്യാരക്ടർ ഉണ്ട്. ഈ പേഴ്സൺ വളരെ കെയറിങ് ഉള്ള ഒരാളാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. വളരെ ജനറസ് ആണ്. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനും നേച്ചറിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ചിലപ്പോൾ ഈ പേഴ്സണ് പട്ടിയോ പൂച്ചയോ പെറ്റ്സിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. ഈ പേഴ്സണ് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. എംപ്രസ് ആണിത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ടോറസ്, ഹെയറോഫാന്റ്, വേൾഡ് എന്നുള്ളൊരു കംപ്ലീഷൻ. ഈ പേഴ്സൺ സെൽഫ് സഫിഷ്യന്റ് ആണ്. കാരണം വർഷങ്ങളായിട്ട് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തയായ അല്ലെങ്കിൽ പ്രാപ്തനായ ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അതുപോലെ വളരെ ട്രഡീഷണൽ ആണ്, വളരെ വിശ്വാസിയാണ്, വളരെ വിശ്വാസമുള്ള ഒരു എനർജിയാണ്. സ്വന്തം കോൺഫിഡൻസ്, എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരാൾ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം ഡിപ്പെൻഡ് ചെയ്തവരെല്ലാം ഈ പേഴ്സണ് പണി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആയിരിക്കാം. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ റീഡിംഗ്. നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ എൻ്റെ എനർജി ക്ലിയർ ചെയ്യണതാണ് ഈ ഭഗവാനെ എന്ന് വിളിക്കുന്നത്. കാരണം ഓരോ റീഡിങ്ങിലും ആ എനർജി എൻ്റെ അടുത്ത് വരും, എന്നിൽ വരും. അപ്പം അതൊരു പണിയാവും. പിന്നെ മൂന്നാമത്തെ വേറെ റീഡിങ്ങിലേക്ക് അത് പോകരുത്, ഓവർലാപ്പ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭഗവാനെ എന്ന് വിളിക്കുന്നത്. ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എനർജി പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണ് നോക്കാം. കാർഡ്സ് വീണ് കഴിഞ്ഞു, അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ നിങ്ങളോട് ഓം എന്ന മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. യൂണിവേഴ്സ് പറയുന്നത് ഇത് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള സമയം. തെറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യാനും ആ തെറ്റുകൾ തിരുത്താനുമുള്ള സമയം ഇതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കർമ്മഫലം, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളാണെന്ന് പറയും. നമ്മളോട് പറയില്ല നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളുടെ യോഗ്യത നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാമോ? നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും ദൈവത്തിൽ നിന്ന് വരം ലഭിക്കുവാനും ആഗ്രഹങ്ങൾ സാധിക്കുവാനും എല്ലാമുള്ള അർഹത നമ്മൾ നേടിയെടുക്കുന്നത് നമ്മളുടെ കർമ്മത്തിൽ കൂടെയാണ്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഭഗവാനെ, അപ്പോ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ റീകൺസൈൽ ചെയ്ത് വന്നേക്കുന്ന രണ്ടുപേരായിരിക്കാം. കാരണം ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പതുക്കെ റീകൺസൈൽ ചെയ്ത് ചേർന്നവരായിരിക്കണം. സോറി. Aquarius, Libra, Gemini. സോറി. ഇത് മൊത്തത്തിൽ എന്തോ ഒരു അന്തരീക്ഷം, അതെ, വളരെ മൂടിക്കെട്ടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്തോ ഒരു അമേരിക്കയിലൊക്കെ കണ്ടില്ലേ, ചുഴലിക്കാറ്റുണ്ടായിട്ട് 40 പേര് മരിച്ചു. അതിൽ കൂടുതൽ ആള് മരിച്ചോന്ന് അറിയില്ല. ഞാൻ 2 ദിവസം മുമ്പ് കണ്ട ന്യൂസിലാണ് ഇത് കണ്ടത്. എന്താ അല്ലേ മനുഷ്യജീവൻ. അപ്പോ ടെമ്പറൻസും ക്വീൻ ഓഫ് വാൻസും ആണ് ഇവിടെ ഉള്ളത്. ഇതൊരു സിംഗിൾ മദർ ആണോ അറിയില്ല എനിക്ക്. നിങ്ങളൊരു സിംഗിൾ മദർ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സിംഗിൾ മദർ ആണോ? എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി കൂടെ ആവണം ഈ ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ?
പക്ഷെ ഇവിടെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ ലീഗൽ പാർട്ട്ണർ അല്ല, തേർഡ് പാർട്ടി ആണ് എന്നാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആരോ തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഹാർട്ട് ബ്രേക്ക്, ഇടയ്ക്ക് സന്തോഷം, ഇടയ്ക്ക് ഹാർട്ട് ബ്രേക്ക്, ഇടയ്ക്ക് സന്തോഷം, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? രണ്ട് കാർഡ് വീണു. ഒരു കാർഡ് നേരെയാണ് വീണത്. സൺ കാർഡാണ് ഒരു കാർഡ്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഇത് ഹാപ്പിനെസ്സും പറയും. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ട്രാൻസിഷൻ. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫേസ് അവസാനിച്ചിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ സമാധാനപരമായ ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നത്, അതാണ് ട്രാൻസിഷൻ വരുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ഇതാണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നല്ല സമയം വരുമെന്ന്, അല്ലെങ്കിൽ നല്ല സമയത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നല്ല സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ട്രെസ് കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഒരു ഗ്രോത്ത് ഇല്ല, പക്ഷേ റിലേഷൻഷിപ്പ് ചില റിലേഷൻഷിപ്പ് കംഫർട്ടബിൾ ആയിട്ട് വരും. നമ്മള് ഓക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് റിലേഷൻഷിപ്പാണ്, ഇത് എവിടെ പോകണം അറിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പിയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നല്ലതായിട്ട് വരും, ഇതിൽ നിന്നൊരു അപ്പോൾ നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഇവിടെ ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലീബ്രയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്ലാനിങ്, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് കറന്റ് സിറ്റുവേഷനിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ പേഴ്സന്റെ സ്വഭാവം എന്താണ്? കുറച്ച് പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണത്. മനസ്സിലായി? എല്ലാ കാര്യത്തിലും ഡിലേ വരുത്തും, എടുത്തു ചാടി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള ഒരാളായിരിക്കാം. ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിലാണ്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങളോട് പറയുന്നുണ്ട് നമ്മളുടെ വിവാഹം നടക്കും, നാളെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക്, ഒരു കല്യാണത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സ്ട്രെസ് നിങ്ങൾക്കുണ്ട്. മനസ്സിലായി? പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടു പോകുന്ന ടൈപ്പ് അല്ല. ഈ പേഴ്സൺ അങ്ങനെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് കൈവിട്ട് കളയുന്ന ആളല്ല. എല്ലാ സൈഡും നോക്കിയിട്ട് മാത്രമേ ഈ പേഴ്സൺ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുള്ളൂ. അതൊരു നല്ല ക്യാരക്ടറാണ്. എല്ലാ വഴിയും നോക്കിയിട്ടേ അവസാനം ഒരു തരത്തിലും പറ്റില്ല എന്ന് അറിയുമ്പോൾ മാത്രമേ ഈ പേഴ്സൺ കൈവിട്ട് കളയുള്ളൂ. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കര പേടിയുള്ള ഒരു മനസ്സുള്ള ആളാണ്. എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, എപ്പോഴും ടെൻഷനുള്ള ഒരു എനർജിയാണ്. പൈസിസ് സോഡിയാക് സൈൻ ആണ് അത് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പാഷനെ കുറിച്ചിട്ടൊക്കെ വളരെ വാചാലമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും അങ്ങനെ സംസാരിക്കാത്ത ഒരു എനർജിയാണ്. അതുപോലെ തന്നെ റീകൺസിലിയേഷൻ, കൈവിട്ട് കളയില്ല, എത്രയും മാക്സിമം റീകൺസൈൽ ചെയ്യാൻ നോക്കുക. അതാണ് റീകൺസിലിയേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ നടന്നേക്കുന്നത്. റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. വഴക്കിട്ടാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ചു നേരം മിണ്ടാതിരുന്നാലും തിരിച്ചു തന്നെത്താനെ വരും, അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ സീക്രട്ട് സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ ഈ പേഴ്സൺ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഒരു എനർജിയാണ്. ക്യാൻസർ, ലിയോ, ക്യാൻസർ, പൈസീസ്, സ്കോർപ്പിയോ, ഇത്രയും സോഡിയാക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സന്റെ? മാജിഷ്യൻ. ഈ പേഴ്സൺ
ഈ സിറ്റുവേഷന് എന്താ പറയാ, കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവസാനം ഇത് കല്യാണത്തിൽ ചെന്ന് ചേരണം, അല്ല ഒരു കമ്മിറ്റ്മെന്റിൽ ചെന്ന് ചേരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതിനുള്ള സകല പരിശ്രമവും ഈ പേഴ്സൺ നടത്തുന്നുണ്ട്. നിങ്ങളോട് അങ്ങനെയുള്ള ഒരു ഇതാണ്, നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകണമെന്നില്ല. ഒരു എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴും അതൊരു റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അക്വേറിയസ്, ഏരീസ്, ജെമിനായി ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ പേഴ്സൺ നിങ്ങളോടാണ് ഈ പേഴ്സണ് സ്നേഹമുള്ളത്. വേറെ ആരോടും തേർഡ് പാർട്ടി കണക്ഷനിലൊന്നും ഈ പേഴ്സൺ ഇൻവോൾവ് അല്ല. എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം? റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം, ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ നേരത്തെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിലും ഈ പേഴ്സൺ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ ലെവലിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കാനും ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവാനും ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആയിട്ടുള്ള ഒരു ഹാപ്പി സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ ഫ്രണ്ട്സും എല്ലാവരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്ത് ടെൻഷൻ ആകുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ ഇറങ്ങി ഓടും. കാരണം ഈ പേഴ്സൺ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. പക്ഷെ എന്നാലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ സമയത്തുള്ള ദേഷ്യത്തിന് പറയുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ. ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ഒന്നും കാണുന്നില്ല. എന്താണ് ഈ പേഴ്സണ് നിങ്ങൾ കൂടാതെ ജീവിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ജെമിനായി, യെസ് എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ഏരീസ് ആണിത്. ഫുൾ കാർഡാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കും, ഇല്ലാതെ ജീവിക്കാൻ നോക്കുമെന്നാണ് പറയുന്നത്. ഈ കാർഡ് ഒരു റിസ്ക് എടുക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ നിങ്ങൾ ഇല്ലാതെ ഒരു ജീവിതം വേണം, പക്ഷെ പിന്നെ ഒരിക്കലും വേറെ ആരെയും സ്നേഹിക്കില്ല. നിങ്ങളില്ലാതെ ജീവിക്കും, പക്ഷെ പോസിബിൾ ആണ്. പക്ഷെ വേറൊരാളെയും ഈ പേഴ്സൺ ജീവിതത്തിൽ സ്നേഹിക്കില്ല, അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഫ്ലേർട്ട് ചെയ്യുമായിരിക്കും, പലരുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കും, പക്ഷെ ആരുമായിട്ടും ഒരു ലവ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരില്ല ഈ പേഴ്സന്റെ ജീവിതത്തിൽ കേട്ടോ. അതാണ് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ വേറെ ആരെയും സ്നേഹിക്കില്ല. അക്വേറിയസ്, ഏരീസ്, ലിയോ, ക്യാൻസർ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്റെ റീഡിംഗ് ഇതുവരെ ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം കുറെ ഡിസ്ട്രാക്ഷൻസ് വന്നു. പൂച്ചകൾ അങ്ങോട്ട് പോകുന്നു, പൂച്ചകൾ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇന്നെന്തോ ഒരു പ്രത്യേകത. എന്തായാലും അപ്പോൾ എല്ലാവരും ഇറക്കി വിട്ടു. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. പുറത്തൊക്കെ ഒച്ചയുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ക്ഷമയ്ക്ക് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഭഗവാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അറിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.